ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ക്രൗഡ് ഫണ്ടിങ് എന്താണെന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ബൂട്ട് സ്ട്രാപ്പിംഗ്, സെൽഫ് ഫണ്ടിങ്, ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് ഇങ്ങനെ 4 തരം ഫണ്ടിങ് മെത്തേഡ്സ് പഠിച്ചു കഴിഞ്ഞു. ഇനി അഞ്ചാമത്തതാണ് ക്രൗഡ് ഫണ്ടിങ്. ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ, അതായത് ഒരുപാട് പേര് കുറേശ്ശെ തുക വെച്ച് ഒരു വലിയൊരു തുക ഫോർമുലേഷൻ ചെയ്തെടുക്കുന്നതിനെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സോഷ്യൽ റീസൺ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രൗഡ് ഫണ്ടിങ് ചെയ്യാനായിട്ട് പറ്റും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചികിത്സാ സഹായ നിധി ഉണ്ടാവില്ലേ? ഇപ്പൊ 38 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ചെലവുണ്ട്. അപ്പോൾ ഒരാൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാശ് വേണം. അതേസമയം ഇങ്ങനെ ഒരുപാട് പേര് എടുക്കുകയാണെങ്കിൽ കുറേശ്ശെ തുക വെച്ചിട്ട് സ്വരൂപിച്ചാൽ മതി. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് 18 കോടി രൂപ ഒരു കുട്ടിയുടെ SMA രോഗബാധിതനായിട്ടുള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് 18 കോടി രൂപ റേസ് ചെയ്യുണ്ടായി. അതെങ്ങനെയാണ് റേസ് ചെയ്തത്? 200 റുപ്പീസ് മതി ഒരാൾക്ക്. അങ്ങനെ 9 ലക്ഷം പേരെടുക്കുക. അങ്ങനെ കേരളത്തിൽ നിന്ന് 2-3 ദിവസം കൊണ്ട് 9 ലക്ഷം പേര് 200 രൂപ അടച്ച് 18 കോടി രൂപ റേസ് ചെയ്തു. അപ്പൊ സെയിം സംഭവമാണ് എന്ത്? ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. നമ്മളൊരു തുക റേസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഒരുമിക്കുന്നു. ഒരുപാട് പേര് ആവുമ്പോൾ എല്ലാവരും കുറേശ്ശെ ഒരു ചെറിയൊരു സ്മോൾ എമൗണ്ട് മാത്രമേ അവർക്ക് റേസ് ചെയ്യേണ്ടതായിട്ട് വരുള്ളൂ ഇൻഡിവിജ്വലി. പക്ഷെ ക്ലബ് ചെയ്യുമ്പോൾ അത് വലിയൊരു തുകയായിരിക്കും. അപ്പൊ അങ്ങനെ ഫണ്ട് റേസ് ചെയ്യുന്നതിനെയാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇനി ക്രൗഡ് ഫണ്ടിങ്ങിന് ഒരു 4 ടൈപ്പ് ഓഫ് ക്രൗഡ് ഫണ്ടിങ് ഉണ്ട്. ഫസ്റ്റത്തത് ഡൊണേഷൻ ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ആണ്. ഡൊണേഷൻ ബേസ്ഡ് പേരിൽ തന്നെ നമുക്കറിയാലോ, ഡൊണേഷൻ ആണ്. നമ്മൾ തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാണ്ടാണ് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്കിൽ അത് ഡൊണേഷൻ ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ആണ്. അത് മേജർലി എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായി, ആൾക്കാരൊക്കെ കൊണ്ടുപോയി മീൻസ് പൈസ ഇട്ട് കൊടുത്തില്ലേ? അതുപോലെ പ്രളയം ഉണ്ടായി. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു സോഷ്യൽ കോസ് ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഡിക്കൽ എക്സ്പെൻസ്, ഇപ്പോൾ ചികിത്സാ സഹായ നിധി അങ്ങനെയൊക്കെ വരുന്ന കേസിലാണ് ഈ ഡൊണേഷൻ ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാവുന്നത്. ഇനി രണ്ടാമത്തത് റിവാർഡ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ആണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഈ ക്രൗഡ് ഫണ്ടിങ്ങിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു റിവാർഡ് ആഗ്രഹിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ അവർക്ക് റിവാർഡ് തിരിച്ച് കിട്ടും. റിവാർഡ് എന്ന് പറയുമ്പോൾ പൈസ ആയിട്ടല്ല. ചിലപ്പോൾ അതൊരു എന്താ പറയുക, ഒരു പ്രൊഡക്റ്റിന്റെ സാമ്പിൾ ആയിരിക്കാം, അതല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആദ്യം യൂസ് ചെയ്യാനുള്ള ചാൻസ് ആയിരിക്കാം, ലൈക്ക് ദാറ്റ്. അങ്ങനെ എന്തെങ്കിലും ഒരു റിവാർഡ് കിട്ടുന്ന ക്രൗഡ് ഫണ്ടിങ് ആണ് റിവാർഡ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത്. ഇത് മോർ ഓവർ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പിന്റെ കേസിലാണ് ഇങ്ങനെ വരുന്നത്. ഇനി മൂന്നാമത്തേന്ന് പറഞ്ഞത് ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ആണ്. ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം അവർക്ക് ആ കമ്പനിയിൽ ഓണർഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ അവരുടെ ഷെയർ കിട്ടും. അപ്പോൾ ഇത് മേജർലി വരുന്നത് സ്റ്റാർട്ടപ്സ്, ശരിക്കും അവർക്ക് നല്ല ഫണ്ടിങ് ആവശ്യമുള്ള സ്റ്റാർട്ടപ്പുകളാണ് ഇക്വിറ്റി ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പകരം എന്ത് കിട്ടും? ഷെയർ കിട്ടും. അടുത്തത് ഡെപ്റ്റ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ആണ്. ഇവിടെ ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കടമായിട്ടാണ്. അതായത് ആൾക്കാർ ക്രൗഡ് ഫണ്ടിലേക്ക് പൈസ കൊടുക്കുന്നത് കടമായിട്ടാണ് കൊടുക്കുന്നത്. തിരിച്ച് അതിന്റെ പലിശയും തുകയും കിട്ടും എന്നുള്ളതാണ് അവിടുത്തെ അവർ കാണുന്ന ലാഭം. ഇത് സാധാരണ ഒരു ലോൺ കൊടുക്കുന്ന കേസ് പോലെയാണ് ഈ ഡെപ്റ്റ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 പറഞ്ഞു. ഡൊണേഷൻ ബേസ്ഡിൽ ഡൊണേഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. റിവാർഡ് ബേസ്ഡ് ക്രൗഡ് ഫണ്ടിങ്ങിൽ ഫൈനാൻഷ്യൽ അല്ലാത്ത പല റിവാർഡ്സുകൾ ആഗ്രഹിച്ചുകൊണ്ടാണ് ആൾക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇക്വിറ്റിയിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് കിട്ടും? കമ്പനിയുടെ ഷെയർ കിട്ടും. ഡെപ്റ്റ് ബേസ്ഡിൽ എങ്ങനെയാണ്? നമ്മൾ കടമായിട്ടാണ് പൈസ തുക അവിടെ കൊടുക്കുന്നത്. ദെൻ നമുക്ക് പലിശയും മുതലും കിട്ടുന്നു. ഇനി കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസുകൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. കിക്ക് സ്റ്റാർട്ടർ, കെറ്റോ, മിലാപ്പ്, ഇൻഡിഗോഗോ, ടൈക്ക്, റിപ്പബ്ലിക്, ഫെയർസെന്റ് ഇങ്ങനെ ഒരു 5-6 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ്. അതിൽ കെറ്റോ, മിലാപ്പ്, ടൈക്ക്, ഫെയർസെന്റ് ഒക്കെ ഇന്ത്യൻ കമ്പനികളാണ്. കിക്ക് സ്റ്റാർട്ടറും ഇൻഡിഗോഗോയും റിപ്പബ്ലിക്കും ഗ്ലോബൽ ആയിട്ടുള്ള ക്രൗഡ് ഫണ്ടിങ് പ്ലാറ്റ്ഫോംസ് ആണ്. ദെൻ ബെനിഫിറ്റ്സിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബാങ്കിനെയോ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയോ ഒന്നും ആശ്രയിക്കാതെ തന്നെ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് വഴി പൈസ സ്വരൂപിക്കാനായിട്ട് സാധിക്കും. വളരെ പലിശ കുറവിലായിരിക്കും ഇതിൽ പൈസ നമുക്ക് സ്വരൂപിക്കാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ക്രൗഡ് ഫണ്ടിങ് വഴി നമുക്ക് നല്ല ലോയൽ ആയിട്ടുള്ള ഫോളോവേഴ്സിനെ കമ്പനിക്ക് കിട്ടുന്നു. അതുപോലെ തന്നെ ഇത് സ്വരൂപിക്കാനായിട്ട് അധികം ചെലവുകൾ വരുന്നില്ല. നമ്മൾ 4 പേരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ പാസ് ചെയ്ത് വേർഡ് ഓഫ് മൗത്ത് വഴിയാണ് നമ്മളിവിടെ പൈസ സ്വരൂപിക്കുന്നത്. ഇതിനൊരു ഫ്ലെക്സിബിൾ സ്ട്രക്ചർ, അതായത് പല കാര്യങ്ങൾക്ക് ഡൊണേഷൻ ഉള്ള കേസ്, റിവാർഡുള്ള കേസ്, ഇക്വിറ്റിയുടെ കേസ്, ഡെപ്റ്റ് കേസ്, ഇങ്ങനെ 4 തരത്തിൽ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനായിട്ട് വളരെ താമസമാണ് അല്ലേ? ട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ക്രൗഡ് ഫണ്ടിങ് നടക്കും. പക്ഷെ ട്രസ്റ്റ് ഉണ്ടാവണം. പിന്നെ കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. പിന്നെ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോമിന്റെ ഫീയും ചാർജൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ഒരു തെഫ്റ്റിനുള്ള ആൾക്കാർ പറ്റിക്കപ്പെടാനുള്ള സാധ്യത ക്രൗഡ് ഫണ്ടിങ്ങിൽ കൂടുതലാണ്. ദെൻ ആൾട്ടർനേറ്റീവ് ഫൈനാൻസിങ് മെത്തേഡ്സ് ഉണ്ട്. ഇതല്ലാതെ കുറച്ച് മെത്തേഡ്സ് പറഞ്ഞാൽ ആദ്യത്തേത് പിയർ ടു പിയർ ലെൻഡിങ് ആണ്. അതായത് നമ്മൾ ആൾക്കാരിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോംസ് വഴി പൈസ കടം വാങ്ങാനായിട്ട് പറ്റും. ബാങ്ക് ഇവിടെ ഉണ്ടാവില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ്, അതായത് ഈ പ്ലാറ്റ്ഫോം ത്രൂ നമുക്ക് മറ്റുള്ള ആൾക്കാരിൽ നിന്ന് കടം വാങ്ങാനായിട്ട് പറ്റും. അടുത്തത് ഇൻക്യുബേറ്റേഴ്സ് ആൻഡ് ആക്സിലേറ്റേഴ്സ് ആണ്. ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്യുബേറ്റർ നമുക്കറിയാലോ, ഒരു എന്താ പറയുക, ഇൻക്യുബേറ്റർ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലാബ് സെറ്റപ്പ് ചിന്തിച്ചാൽ മതി. അതായത് എന്തെങ്കിലും പുതിയതായിട്ട് ഒരു ഐഡിയ പെർഫോം ചെയ്യുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ നമുക്ക് ഇൻക്യുബേറ്റേഴ്സിൻ്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ ആക്സിലേറ്റേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഓഫീസ് സ്പേസ് കിട്ടും. അതുപോലെ തന്നെ ചെറിയൊരു സീഡ് മണി കിട്ടും. അതായത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പൈസ കിട്ടും. പ്രോപ്പറായിട്ട് അവർ നമുക്ക് മെൻറ്റർഷിപ്പ് ഗൈഡൻസ് തരും. ഇനി ഗ്രാന്റ്സ് ആൻഡ് കോമ്പറ്റീഷൻ ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ ഫ്രീ മണി സ്കീമുകൾ ഇഷ്ടം പോലെയുണ്ട്. എൻജിഒകളുടെ സ്കീമുകളുണ്ട്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ, അതുപോലെ ഷാർക്ക് ടാങ്ക് ടൈപ്പ് കോമ്പറ്റീഷൻ, അടൽ ഇന്നോവേഷൻ മിഷൻ, ഇങ്ങനെ കുറച്ച് സ്കീമുകൾ വഴി നമുക്ക് ഫണ്ട് റേസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് റവന്യൂ ബേസ്ഡ് ഫിനാൻസിങ് ആണ്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പൈസ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പലിശ കൊടുത്ത് പൈസ എടുക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് കടമായിട്ട് പൈസ എടുക്കാം, നമ്മൾ അതിന് പലിശ കൊടുക്കണം. ഇനി മൈക്രോ ഫിനാൻസ് ആൻഡ് എസ് ജി കാണാനില്ലല്ലോ. ഓക്കെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ് ട്ടോ. SHG. അപ്പോൾ മൈക്രോ ഫിനാൻസ് ആൻഡ് SHG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ ലോണുകൾ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കുടുംബശ്രീന്ന് ലോൺ എടുക്കാം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ട്ടോ. കുടുംബശ്രീ അല്ലെങ്കിൽ സംഘം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ലോൺ എടുത്തിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും.